നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങൾ തലച്ചോറിലേക്ക് അയക്കുന്ന ഒരു അപായ സൂചനയാണ് വേദന. അത് നമ്മെ അപകടങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ മുറിവുകൾ ഉണങ്ങുന്നത് വരെ വിശ്രമിക്കാൻ പ്രേരിപ്പിക്കാനോ ഉള്ള പ്രകൃതിയുടെ ഒരു മാർഗമാണ്. കാലിലെ ചെറുവിരൽ മേശയുടെ കാലിൽ തട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ തരിപ്പും മിന്നലും പോലെയുള്ള വേദന തന്നെ നമുക്ക് പലപ്പോഴും അസഹനീയമായി തോന്നാറുണ്ട്. എന്നാൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ശാസ്ത്രീയമായും വൈദ്യശാസ്ത്രപരമായും ലോകത്തിലെ ഏറ്റവും തീവ്രമായ വേദനകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവസ്ഥകളെക്കുറിച്ച്. കേവലം ഒരു തട്ടലോ മുട്ടലോ അല്ല ഇവ, മറിച്ച് മനുഷ്യ മനസ്സിനും ശരീരത്തിനും താങ്ങാവുന്നതിനും അപ്പുറമുള്ള വേദനയുടെ ആഴങ്ങളാണ് ഇവ നൽകുന്നത്. ശാരീരികമായ അസ്വസ്ഥതകൾക്കപ്പുറം വൈകാരികമായും മാനസികമായും ഒരാളെ തളർത്താൻ കെൽപ്പുള്ള ഇത്തരം വേദനകളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത് ആരോഗ്യപരമായ മുൻകരുതലുകൾ എടുക്കാനും ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരോട് കൂടുതൽ സഹതാപത്തോടെ പെരുമാറാനും നമ്മെ സഹായിക്കും. വേദനയുടെ ലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പരാമർശിക്കേണ്ടത് മൈഗ്രെയിൻ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. പലരും ഇതിനെ ഒരു സാധാരണ തലവേദനയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും മൈഗ്രെയിൻ നൽകുന്ന വേദനയുടെ തീവ്രത വിവരണാതീതമാണ്. ഇതൊരു നാഡീസംബന്ധമായ തകരാറാണ്. തലയുടെ ഒരു ഭാഗത്ത് മാത്രമായോ അല്ലെങ്കിൽ മുഴുവനായോ അനുഭവപ്പെടുന്ന കഠിനമായ മിടിപ്പോടു കൂടിയ വേദനയാണിത്. മൈഗ്രെയിൻ ബാധിച്ച ഒരാൾക്ക് വെളിച്ചവും ശബ്ദവും അസഹനീയമായി മാറും. ഇതിനെയാണ് ഫോട്ടോഫോബിയ എന്ന് വിളിക്കുന്നത്. ഒരു ചെറിയ പ്രകാശരശ്മി പോലും തലച്ചോറിലേക്ക് തുളച്ചു കയറുന്ന സൂചി പോലെ അവർക്ക് അനുഭവപ്പെടാം. ഓക്കാനം, ഛർദി, കൈകാലുകളിൽ അനുഭവപ്പെടുന്ന തരിപ്പ് എന്നിവ ഇതിൻ്റെ അനുബന്ധ ലക്ഷണങ്ങളാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ അവസ്ഥ ഒരു വ്യക്തിയുടെ ജോലി സ്ഥലത്തെയും കുടുംബ ജീവിതത്തെയും ഒരുപോലെ തളർത്താൻ കെൽപ്പുള്ളതാണ്. വൃക്കയിലെ കല്ലുമൂലമുണ്ടാകുന്ന റീനൽ കോളിക്കാണ് വേദനയുടെ മറ്റൊരു ഭീകരമുഖം. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ വേദനകളിൽ ഒന്നായി ഡോക്ടർമാർ ഇതിനെ കണക്കാക്കുന്നു. വൃക്കയിൽ നിന്ന് മൂത്രനാളി വഴി കല്ലുകൾ നീങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത്. പുറംഭാഗത്തു നിന്ന് തുടങ്ങി വയറിൻ്റെ മുൻഭാഗത്തേക്ക് പടരുന്ന ഈ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു നിമിഷം പോലും ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. വേദനയുടെ ആധിക്യം കാരണം ബോധക്ഷയമോ കഠിനമായ ഛർദിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പ്രസവ വേദനയോടെയാണ് റീനൽ കൊളീക്കിനെ വൈദ്യശാസ്ത്രം ഉപമിക്കാറുള്ളത്. അതുപോലെ തന്നെ അസഹനീയമാണ് സന്ധിവാതം അല്ലെങ്കിൽ ഗൗട്ട് മൂലമുണ്ടാകുന്ന വേദന. ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുകയും അത് സന്ധികളിൽ സ്ഫടിക രൂപത്തിൽ അടിഞ്ഞു കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. സന്ധികളിൽ അമിതമായ നീർവീക്കവും ചുവപ്പും അനുഭവപ്പെടും. ബാധിക്കപ്പെട്ട ഭാഗത്ത് ഒരു നേർത്ത തുണി തട്ടിയാൽ പോലും ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള വേദനയാകും ഫലം. തലച്ചോറിലെ മർദ്ദം വർദ്ധിക്കുന്ന ഇൻട്രാകാനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. തലയോട്ടിക്കുള്ളിൽ മസ്തിഷ്കത്തിന് ചുറ്റുമുള്ള ദ്രാവകത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അത് തലച്ചോറിൽ കഠിനമായ സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുകയും തലയ്ക്കുള്ളിൽ നിരന്തരമായ സ്ഫോടനം നടക്കുന്നത് പോലെയുള്ള വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയും ഇതിന് സമാനമാണ്. നെഞ്ചിന് മുകളിൽ ഒരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെയോ അല്ലെങ്കിൽ ഹൃദയം ആരോ മുറുക്കി പിടിക്കുന്നത് പോലെയോ ഉള്ള വേദന കൈകളിലേക്കും താടിയെല്ലിലേക്കും പടരുന്നത് ഒരു മരണഭയം തന്നെ വ്യക്തികളിൽ ഉണ്ടാക്കുന്നു. പുരുഷന്മാരിൽ ഇത് സാധാരണമാണെങ്കിലും സ്ത്രീകളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും എന്നത് ഗൗരവകരമായ കാര്യമാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് പറയുമ്പോൾ പ്രസവ വേദനയെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. ഒരു ജീവന് ജന്മം നൽകുക എന്നത് ശാരീരികമായി അത്യന്തം ശ്രമകരമായ ദൗത്യമാണ്. ഗർഭാശയ പേശികളുടെ കഠിനമായ സങ്കോചവും വികാസവും നട്ടെല്ലിനും ഇടുപ്പിനും നൽകുന്ന മർദ്ദം വിവരിക്കാൻ വാക്കുകളില്ല. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ വേദന ഒരു സ്ത്രീയുടെ ശാരീരിക പരിധികളെ പരീക്ഷിക്കുന്ന ഒന്നാണ്. പ്രസവ വേദനയുടെ അത്രയും തന്നെ ഭയാനകമാണ് പൊള്ളലേറ്റുണ്ടാകുന്ന വേദനയും. പ്രത്യേകിച്ച് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി പൊള്ളലുകൾ ചർമ്മത്തിൻ്റെ ആഴത്തിലുള്ള പാളികളെയും നാഡീ ഞരമ്പുകളെയും ബാധിക്കുന്നു. മുറിവുണങ്ങുന്ന പ്രക്രിയ മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നതും ഓരോ ദിവസവും മരുന്നുകൾ വെച്ച് കെട്ടുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനയും പൊള്ളലിനെ ഏറ്റവും ഭീകരമായ അവസ്ഥയാക്കി മാറ്റുന്നു. ഇത് വെറും ചർമ്മത്തെ മാത്രമല്ല, പേശികളെയും എല്ലുകളെയും വരെ ബാധിക്കുമ്പോൾ വേദനയുടെ തീവ്രത ഇരട്ടിയാകുന്നു. പ്രകൃതിയിലെ ചില ജീവികളുടെ കടിയേൽക്കുന്നതും സമാനമായ വേദനയ്ക്ക് കാരണമാകാറുണ്ട്. ഉദാഹരണത്തിന് ആമസോൺ വനങ്ങളിൽ കാണപ്പെടുന്ന ബുള്ളറ്റ് ആൻഡ് എന്ന ഉറുമ്പിൻ്റെ കടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വെടിയുണ്ട ഏറ്റാലുണ്ടാകുന്ന അത്രയും കഠിനമായ വേദനയാണ് ഈ ചെറിയ ഉറുമ്പ് സമ്മാനിക്കുന്നത്. ഏകദേശം 24 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ വേദന ഒരു വ്യക്തിയെ തളർത്താൻ മതിയായതാണ്. സമാനമായ രീതിയിൽ കടലിലെ സ്റ്റോൺ ഫിഷ് എന്ന വിഷമത്സ്യത്തിൻ്റെ കുത്തേൽക്കുന്നതും മരണതുല്യമായ വേദനയ്ക്ക് കാരണമാകുന്നു. ഇതിൻ്റെ വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുകയും ശ്വാസതടസ്സം, പക്ഷാഘാതവും വരെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പല്ലുവേദനയെ പലരും നിസ്സാരമായി കാണാറുണ്ടെങ്കിലും
പല്ലിലെ നാഡികളെ ബാധിക്കുന്ന അണുബാധ അല്ലെങ്കിൽ ട്രിക്മിനൽ ന്യൂറോൾജിയ എന്ന അവസ്ഥ മുഖത്തെ മാംസപേശികളിൽ കഠിനമായ ഷോക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള വേദനയുണ്ടാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നായിട്ടാണ് ട്രിക്മിനൽ ന്യൂറോൾജിയ കണക്കാക്കപ്പെടുന്നത്. മുഖത്ത് തൊടുമ്പോഴോ പല്ല് തേയ്ക്കുമ്പോഴോ പോലും മിന്നൽ പിണറുകൾ ഏൽക്കുന്നത് പോലെയുള്ള വേദന ഇതിൻ്റെ പ്രത്യേകതയാണ്. വൈദ്യശാസ്ത്ര പരിശോധനകളുടെ ഭാഗമായി ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളും കഠിനമായ വേദനയ്ക്ക് കാരണമാകാറുണ്ട്. ലുംബാർ പങ്ക്ചർ അഥവാ നട്ടെല്ലിൽ നിന്ന് ദ്രാവകം എടുക്കുന്ന രീതി ഇതിലൊന്നാണ്. നട്ടെല്ലിലെ കശേരുക്കൾക്കിടയിലൂടെ നീളമുള്ള സൂചി കടത്തി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ശേഖരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന വളരെ തീവ്രമാണ്. അതുപോലെ തന്നെയാണ് ഫൈബ്രോ മയാൾജിയ എന്ന അവസ്ഥ. ഇതിൽ ശരീരത്തിലെ പേശികളും എല്ലുകളും നിരന്തരമായ വേദന അനുഭവപ്പെടും. കൂടെ കഠിനമായ ക്ഷീണവും ഉറക്കമില്ലായ്മയും ഉണ്ടാകും. ഈ വേദനയുടെ കൃത്യമായ കാരണം പലപ്പോഴും കണ്ടെത്താൻ പ്രയാസമാണ്. ഇത് രോഗിയെ മാനസികമായി കൂടി തളർത്തുന്നു. പ്രതിരോധ ശേഷി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഷിംഗിൾസ് എന്ന വൈറസ് ബാധ, ചർമ്മത്തിലുണ്ടാക്കുന്ന കുമിളകളും അവ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന നാഡീവേദനയും പ്രായമായവരിൽ അസഹനീയമായ അവസ്ഥയുണ്ടാക്കാറുണ്ട്. ശാരീരികമായ എല്ലാ വേദനകൾക്കുമപ്പുറം മനുഷ്യനെ തകർക്കുന്ന ഒന്നാണ് മാനസികമായ വേദന. പ്രിയപ്പെട്ടവരുടെ വേർപാടോ അമിതമായ മാനസിക സമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ അത് ശാരീരികമായ വേദനയായി പരിണമിക്കാറുണ്ട്. ഇതിനെ സൈക്കോ സോമാറ്റിക് വേദന എന്ന് വിളിക്കുന്നു. മനസ്സ് വേദനിക്കുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് പലപ്പോഴും ഹൃദയവേദനയായോ ശ്വാസതടസ്സമായോ ഒക്കെയാകാം. ചുരുക്കത്തിൽ വേദന എന്നത് കേവലം ശാരീരിക ലക്ഷണമല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അത് തലവേദനയായാലും പ്രസവവേദനയായാലും ഓരോ വേദനയും നമ്മോട് പറയുന്നത് ശരീരത്തിൽ എവിടെയോ ഒരു താളം തെറ്റിയിട്ടുണ്ട് എന്നാണ്. വേദനയെ പേടിക്കുന്നതിനേക്കാൾ പ്രധാനം അതിനെ കൃത്യസമയത്ത് തിരിച്ചറിയുകയും വിദഗ്ധ ചികിത്സ തേടുകയും ചെയ്യുക എന്നതാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വേദന സംഹാരികളിലൂടെയും നൂതന ചികിത്സാ രീതികളിലൂടെയും ഈ ഭീകരമായ അവസ്ഥകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനാൽ വേദനകളെ സഹിച്ചു നിൽക്കാതെ അവയുടെ കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കരുതൽ. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിൽ ചിലത് താൽക്കാലികമാണെങ്കിലും ചിലത് ജീവിതകാലം മുഴുവൻ പിന്തുടരുന്നവയാകാം. എന്നാൽ വേദനകളെക്കുറിച്ച് സംസാരിക്കുന്നത് അവയെ ഭയക്കാനല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ സങ്കീർണതകളെ മനസ്സിലാക്കാനാണ്. ഈ അറിവ് വേദന അനുഭവിക്കുന്ന മറ്റുള്ളവരോട് കൂടുതൽ കരുണ കാണിക്കാനും സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാനും നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഓരോ വേദനയ്ക്കും ശേഷം സുഖം പ്രാപിക്കുന്ന ശരീരം പ്രകൃതിയുടെ അത്ഭുതം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.